ഹേ ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീട്ടിൽ നോർമലി യൂസ് ചെയ്യുന്ന അയൺ ബോക്സ് ഉണ്ടല്ലോ, ഇസ്തിരിപ്പെട്ടി, ഇതിന്റെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. പുതിയതായിട്ട് ഷവോമിയുടെ ടെക്നോളജി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് പുതിയ ടൈപ്പ് അയണിങ് സ്റ്റീമർ എന്ന് പറയുന്ന ഇസ്തിരിപ്പെട്ടിയുടെ പുതിയൊരു വേർഷൻ. നമുക്ക് കഷ്ടപ്പെട്ട് ഇങ്ങനെ തേക്കേണ്ട ബുദ്ധിമുട്ടില്ല. നമുക്ക് ചുമരും ഇങ്ങനെ വെച്ച് തന്നെ ഏകമ്പം ഞാത്തിട്ടിട്ട് തേക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അറിവിൽ കേരളത്തിൽ അധികം ചെയ്തിട്ടില്ല ഈ വീഡിയോ എന്ന് തോന്നുന്നു. ഇത് ഗ്ലോബലി ഇറങ്ങിയിട്ട് 2-3 വർഷമായി, ബട്ട് ഇന്ത്യയിൽ വന്നിട്ട് ഒരു 2-3 മാസമായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഞാനിത് ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. നമുക്ക് അറൗണ്ട് ഇതിൻ്റെ ഓൺലൈൻ പ്രൈസ് 2300 രൂപയൊക്കെ അടുത്താണ് വരുന്നത്. എനിക്കിത് 1 രൂപയ്ക്കാണ് കിട്ടിയത് ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നതായിരിക്കും എങ്ങനെ കിട്ടിയെന്നുള്ളത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബോക്സ് വരുന്നത്. ഷവോമിയുടെ ഗാർമെൻറ്റ് സ്റ്റീമർ എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഇതെങ്ങനെയാണ് പരിപാടി എന്നൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ റിവ്യൂ കൂടി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഷർട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഷർട്ട് കൂടി നമുക്ക് തേച്ചിട്ട് ഇതെങ്ങനെയാണ് നേരെ ആവുണ്ടോ എന്നും കൂടി നോക്കണമല്ലോ. അപ്പോൾ ഇത് ഫോൾഡബിൾ ആയിട്ട് നമുക്ക് നമ്മുടെ ബാഗിലൊക്കെ വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് ഈ ഷവോമിയുടെ സ്റ്റീമർ. ഇതിൻ്റെ മേലെ ഒരു LED ഇൻഡിക്കേറ്റർ ഉണ്ട്, പിന്നെ ഒരു സ്വിച്ച് ഉണ്ട്. അതൊരു സ്റ്റീമർ, നമുക്ക് വെള്ളം കൊടുത്തിട്ട് നമുക്കിത് സ്റ്റീം ചെയ്തിട്ട് എടുക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ഒരു ഓപ്ഷനും കൂടി ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാക്കിൽ ഇവിടെയാണ് നമ്മൾ വെള്ളത്തിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്. അത് കാണിച്ചു തരാം. ഇതാണ് വെള്ളത്തിൻ്റെ, ഇതിൻ്റെ ഒരു വെള്ളം നിറച്ചിട്ട് നമ്മൾ ഇതിൽ കൂടെ ഇങ്ങനെ വെള്ളം നിറയ്ക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഈ ഓട്ടയിൽ കൂടെ വെള്ളം ഒഴിക്കാം. അത് കഴിഞ്ഞ് ഇത് അടച്ചു വയ്ക്കാം. പിന്നെ വളരെ സിമ്പിളാണ്. ഇത് ഈ ഇതിൽ കൂടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സാധനം സെറ്റായി. ഇനി ഇതിൻ്റെ സവിശേഷതകളെ കുറിച്ച് പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾക്ക് കാണാം സ്റ്റീമർ, ഇതിൽ കൂടെയുള്ള വെള്ളം ഇതിൽ കൂടെ പുറത്ത് വരാനായിട്ടാണ്. ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം പുറത്ത് വരും. ഇത് ഹീറ്റ് ആവുന്ന ടൈം ഒരു 20 സെക്കൻഡിൻ്റെ ഉള്ളിൽ ഹീറ്റ് ആവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് മിന്നിക്കൊണ്ടിരിക്കും. ജസ്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മിന്നിക്കൊണ്ടിരിക്കും. ഫുൾ ഹീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാൻ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ കത്തിക്കും. ഇവിടെ ഒരു പ്ലേറ്റ് ഉണ്ട്. ഇതാണ് മെയിനായിട്ടുള്ള അയണിങ്ങിന് യൂസ് ചെയ്യുന്ന സംഭവം. അത്യാവശ്യം നല്ല ചൂട് വരുന്ന സംഭവമാണ് കേട്ടോ. അതിന് ഇവിടെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ കൂടെ വേപ്പർ പുറത്തേക്ക് വരും. അപ്പം നമുക്ക് തേക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഹൊറിസോണ്ടലും വെർട്ടിക്കലും വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് തേക്കാനായിട്ട് സാധിക്കും. പിന്നെ ഞാനിത് പ്ലഗ് ഇൻ ചെയ്തിട്ട് ഇതിൻ്റെ വിശേഷങ്ങൾ പറയാം. അപ്പോൾ ഞാനിത് പ്ലഗ് ഇൻ ചെയ്തിട്ടുണ്ട്. പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ് കണ്ട ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇത് ഹീറ്റായിട്ട് റെഡിയാവും. ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ തൊടാനായിട്ട് പാടില്ല. ഭയങ്കരമായിട്ട് ഹീറ്റ് ഇപ്പോൾ തന്നെ സ്റ്റാർട്ടായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഷവോമി പറയുന്നത് അത്യാവശ്യം നല്ല ചൂട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഷർട്ടുമ്പോൾ നമ്മൾ ചെയ്യാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. എങ്ങനെയാണെന്നുള്ളത് കൂടി നോക്കണമല്ലോ. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് ഫുൾ ലൈറ്റായിട്ട് കത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് റെഡിയാണ്. ജസ്റ്റ് ഞാൻ കാണിച്ചാൽ ഇത് ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇത് സ്റ്റീം ചെയ്തിട്ട് 2 രീതിയിൽ നമുക്ക് അയൺ ചെയ്യാം. എന്താ പറയുക, ഡ്രൈ ആയിട്ടുള്ള അയണിങ് ഉണ്ട്, പിന്നെ സ്റ്റീം അയണിങ് ഉണ്ട്. ഡ്രൈ ആയിട്ട് അയണിങ് ആണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല, നേരിട്ട് ഹീറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് സ്വെറ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ വെറ്റ് ഇത്തിരി വേപ്പർ കൊടുത്തിട്ട് അല്ലെങ്കിൽ സ്റ്റീം കൊടുത്ത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നല്ല സൂപ്പറായിട്ട് നമുക്ക് എന്താ പറയുക ഷർട്ട് തേക്കാനായിട്ട് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത് എങ്ങനെയാണെന്നുള്ള പരിപാടി. ഇങ്ങനെ വെച്ച് തേക്കുന്നതായിരിക്കും എനിക്ക് തോന്നുന്നു. സപ്പോർട്ട് ചെയ്ത് തേക്കുന്നതായിരിക്കും ഇതിങ്ങനെ നന്നായിട്ട്. ഉണ്ടോ, കാണുന്നുണ്ടോന്ന് അറിയില്ല. നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെച്ച് പിടിച്ചാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ഒരു സപ്പോർട്ട് ചെയ്ത് തയ്ക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഇത്തിരി കൂടി ബെറ്റർ. അപ്പോൾ നമ്മൾ ഹോറിസോണ്ടൽ വെച്ച് തയ്ക്കാനായിരിക്കും ഇത്തിരി കൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ വല്ലതും വേണ്ടി അപ്പം നല്ല രീതിയിലുള്ള മാറ്റം വരുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിലുള്ള മാറ്റം വരുന്നുണ്ട്. സാധനം എനിക്ക് തോന്നുന്നു നല്ല ഇഫക്റ്റീവ് തന്നെയാണ് കേട്ടോ. ഞാനത് ഫുള്ളായിട്ട് തേച്ചിട്ട് എന്താണ് ഇതിൻ്റെ ഔട്ട്ലുക്ക് എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നത്. ഇപ്പം നമ്മുടെ അയണിങ് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഏകദേശം ഇത് ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ല രീതിയിലായിട്ടുണ്ട്. ഒരു കാര്യം എനിക്കിത് പറയാനുള്ളത്, ഇങ്ങനെ പറഞ്ഞ് ചെയ്യല് സപ്പോർട്ടില്ലാണ്ട് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ ചുമരും വെച്ച് ചെയ്യുന്ന സമയത്ത് വളരെ സൂപ്പറായിട്ട് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വാല്യൂ ഫോർ മണി തന്നെയാണ് കേട്ടോ ഈ സംഭവം. വാല്യൂ ഫോർ മണി എന്ന് പറഞ്ഞാൽ അയൺ ചെയ്യാൻ മടിയുള്ളവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് നിലത്ത് വെച്ചിട്ട് ഈ എന്താ വെർട്ടിക്കൽ ചെയ്യുന്നതിന് നല്ലത് ഹൊറിസോണ്ടലി വല്ല സർഫസിൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ
നല്ല സൂപ്പറാണ്. മറ്റേ അയൺ ബോക്സിന് അത്ര പ്രഷർ ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ ചെറുതായിട്ട് ആക്കുമ്പോൾ തന്നെ ഒരു ചെറിയ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ സ്റ്റെയിൻസ് ആ വരകളും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്, ചിക്കുകയും ചുളുങ്ങിയതൊക്കെ. അപ്പോൾ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള സാധനമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. പിന്നെ ഇത് എനിക്ക് ഇങ്ങനെ 1 രൂപയ്ക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ ഞാനിത് 2500 രൂപയ്ക്ക് ഒരിക്കലും വാങ്ങാനായിട്ട് നമ്മൾ സാധാരണ ആൾക്കാർക്ക് തോന്നില്ലല്ലോ. അപ്പോൾ ഇത് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ എനിക്ക് കുറച്ച് 3000 കോയിൻസ് ഉണ്ടായിരുന്നു. ജസ്റ്റ് അതിൻ്റെ സ്റ്റോറിൽ പോയി നോക്കുന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോൾ ഇത് 1 രൂപ കൊടുക്കുകയും ബാക്കി കോയിൻസ് ഉണ്ടെങ്കിൽ നമുക്കിത് കിട്ടുന്ന ഒരു ഓപ്ഷൻ കണ്ടു. അപ്പോൾ 2299 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. 2298 രൂപ നമ്മൾ കോയിനായിട്ട് കൊടുക്കുകയും 1 രൂപ കൊടുത്തിട്ടാണ് ഈ സാധനം വാങ്ങിയത്. അല്ലാത്ത കേസിൽ ഞാൻ വാങ്ങുന്നുള്ള കാര്യത്തിൽ എനിക്കാണ് സംശയമുണ്ട്. ബട്ട് സാധനം ഷവോമിയുടെ സൂപ്പറായിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് ഇപ്പോഴും പേപ്പർ ഉണ്ട്, നമ്മൾ യൂസ് ചെയ്യാൻ ചെറുതായിട്ട് ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ സ്റ്റീം വരുമ്പോൾ നമ്മുടെ കൈമയ്ക്ക് ആ സ്റ്റീം അടിച്ചാൽ തന്നെ കൈ പൊള്ളുന്ന രീതിയാണ്. അപ്പോൾ കെയർഫുള്ളായിട്ട് മാത്രമേ യൂസ് ചെയ്യുക. യൂസ്ഫുൾ ആണ് പ്രൊഡക്റ്റ്. അപ്പം എൻ്റെ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം. ഈ മെയിനായിട്ടുള്ള ഈ പാർട്ടാണ്, ഈ ദയാണാണോ എന്താണെന്ന് അറിയില്ല, ഈ പ്ലേറ്റിലാണ് ഫസ്റ്റ് ഹീറ്റ് ഭയങ്കരമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഇതിൻ്റെ ഭാഗത്തേക്കൊന്ന് കൈ കൊണ്ടുകഴിഞ്ഞാൽ കൈ പൊള്ളും. അപ്പോൾ കെയർഫുള്ളായിട്ട് ഇത് വലിയ ആൾക്കാർ മാക്സിമം യൂസ് ചെയ്യാം. കുഞ്ഞു പിള്ളേർ അറിയാണ്ടെങ്കിൽ തൊട്ടാലും ഈ സ്റ്റീം വന്നാൽ കൈമ കിട്ടിയാൽ നല്ല രീതിയിൽ പൊള്ളാൻ സാധ്യതയുണ്ട്. അപ്പോൾ കെയർഫുള്ളായിട്ട് ഉപയോഗിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.